എത്യോപ്യയിൽ ഉരുൾപൊട്ടലുണ്ടായ വൻ ദുരന്തത്തിൽ 229 പേർ മരിച്ചു. മരിച്ചവരിൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവരുമുണ്ട്. മണ്ണിനടിയിലുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ദിവസങ്ങളായി കനത്ത മഴ തുടരുന്ന തെക്കൻ എത്യോപ്യയിലെ ഗോഫ മേഖലയിലാണ് ഞായറാഴ്ച ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായത്. തുടർന്ന് പ്രദേശവാസികളടക്കം 100 കണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. രക്ഷാപ്രവർത്തനം തുടരവേ തിങ്കളാഴ്ച വീണ്ടും ഉരുൾപൊട്ടി. ഈ സമയം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ദുരന്തസേനാ പ്രവർത്തകർക്കും നാട്ടുകാർക്കും മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഇതോടെയാണ് മരണസംഖ്യ 50-ൽ നിന്ന് 200-ന് മുകളിലേക്ക് ഉയർന്നത്. മലയുടെ വലിയൊരു ഭാഗം ഇടിഞ്ഞു വീണാണ് ദുരന്തമുണ്ടായത്. 10ഓളം പേരെ ഇതുവരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അപകടം നടന്ന് 4 ദിവസം പിന്നിട്ടതോടെ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ഗോഫ ദുരന്തസേന അറിയിച്ചു. എത്യോപ്യ തലസ്ഥാനമായ ആഡിസ് അബാബയിൽ നിന്ന് 320 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള മേഖലയാണ് ഗോഫ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.